ഓക്കെ, ക്രോമസോംസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോമസോമിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന, പരിചിതമായിട്ടുള്ള, ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ള ഒരാളാണ് ക്രോമസോം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെപ്പോഴും കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാൽ നമ്മൾ പറയും, എന്താണ് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ, അല്ലേ, ഒരു ജീവിയുടെ, ഒരു ജന്തുവിന്റെ, ഒരു സസ്യത്തിന്റെ കോശം എടുത്തു കഴിഞ്ഞാൽ കോശത്തിനകത്ത് മർമ്മമുണ്ടെന്നും ആ മർമ്മത്തിനുള്ളിൽ എന്തുപോലെ കാണപ്പെടുന്ന മർമ്മത്തിനുള്ളില് നെറ്റ്വർക്ക് പോലെ, അല്ലെ, വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ആളിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്രോമസോം എന്ന് പറയുന്നത്. എന്ന് പറയൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതിനെ എന്ത് പറഞ്ഞു? ഇവിടെ എന്ത് വിളിച്ചു? വലക്കണ്ണികൾ പോലെ കാണപ്പെടുമെങ്കിൽ അതിനെന്താ പറഞ്ഞേ? മർമ്മത്തിനുള്ളിലെ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന അതിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ക്രൊമാറ്റിൻ ജാലിക. ക്രൊമാറ്റിൻ ജാലിക, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ക്രൊമാറ്റിൻ തന്തുക്കൾ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ 3 ടേമുകളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്? എന്താണ് ക്രോമസോം? നമ്മൾ HSIക്ക് പഠിക്കുമ്പോൾ എന്താണ് ക്രോമസോം? രണ്ടാമത്തത് എന്താണ് ക്രൊമാറ്റിൻ? മൂന്നാമത് എന്താണ് ക്രൊമാറ്റിഡ്? ഇത് മൂന്നും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ സിലബസിലുള്ള ഏകദേശം ഭാഗങ്ങൾ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം ഭാഗങ്ങൾ കംപ്ലീറ്റ് ആവും. ഏകദേശം ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരുന്ന ക്രോമസോംസ്, മോർഫോളജി, ടീലോമിയർ, സാറ്റലൈറ്റ്, പ്രൈമറി കൺസ്ട്രക്ഷൻ ആൻഡ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ, ന്യൂക്ലിയോസോംസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. നമ്മൾ ഈ 3 കാര്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് തീരുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിളായിട്ട് പറയും, ക്രോമസോമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയാറുണ്ട്, ക്രോമസോംസ് ആർ ദി കണ്ടൻസ്ഡ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ്, അല്ലെ? ഇപ്പൊ നമ്മൾ വരച്ചതുപോലെ ക്രോമസോം എന്ന് പറയുന്നത്, അല്ലെ, കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആണെന്ന് പറയാം. അതായത് എന്താണ്? ഘനീഭവിച്ച അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള, അല്ലെ, വളരെ കട്ടിയായിരിക്കുന്ന, ഘനീഭവിച്ചിരിക്കുന്ന, കട്ടിയായി മാറിയ അല്ലെങ്കിൽ ഘനീഭവിച്ച എന്ന് പറയും. ഘനീഭവിച്ച കട്ടിയായി മാറിയ അഥവാ ഘനീഭവിച്ച ക്രൊമാറ്റിൻ തന്തുക്കൾ. ഓക്കെ, കട്ടിയായി മാറിയ അഥവാ ഘനീഭവിച്ച ക്രൊമാറ്റിൻ തന്തുക്കളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ക്രോമസോം എന്ന് വിളിക്കുന്നത്. കട്ടിയായി മാറിയ ഘനീഭവിച്ച ക്രൊമാറ്റിൻ തന്തുക്കളെയാണ് പൊതുവെ ക്രോമസോം എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്രോമസോം. അപ്പൊ ഇങ്ങനെ കട്ടിയായി മാറിയ അല്ലെങ്കിൽ ഘനീഭവിച്ച അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സിനെ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ തന്തുക്കളെ ആദ്യമായിട്ട് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1849 പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഹോഫ്മെയ്സ്റ്റർ ആണ്. ഹോഫ്മെയ്സ്റ്റർ ആണ് 1849 ഹോഫ്മെയ്സ്റ്റർ ഹോഫ്മെയ്സ്റ്റർ MEISTER ഹോഫ്മെയ്സ്റ്റർ 1849 ഹോഫ്മെയ്സ്റ്റർ ആണ് ഈ കട്ടിയായി മാറിയ അല്ലെങ്കിൽ ഘനീഭവിച്ച രീതിയിലുള്ള ഏകദേശം ഒരു
ഖരമായിട്ടുള്ള ഒരു സെമി അർദ്ധഖരാവസ്ഥയിലൊക്കെയുള്ള അർദ്ധഖരാവസ്ഥയിലായിട്ടിരിക്കുന്ന ഒരു സെമി സോളിഡ് ആയിട്ടുള്ള നേച്ചറുള്ള ക്രോമസോമിനെ കോശത്തിനകത്തെ മർമ്മത്തിനുള്ളിൽ കണ്ടെത്തുന്നു. 1849 ഹോഫ് മേസ്റ്റർ ഇദ്ദേഹമാണ് കണ്ടത്. അതില് കണ്ടെത്തുമ്പോൾ അതിന് ക്രോമസോം എന്ന പേരൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ കോശത്തിനുള്ളിലെ മർമ്മത്തിനുള്ളിൽ ഇങ്ങനെ കട്ടിയായി ഘനീഭവിച്ച രീതിയിൽ ഒരു സെമി സോളിഡ് നേച്ചർ ആയിട്ട് ഒരു അർദ്ധഖരാവസ്ഥയിൽ ഇങ്ങനെയുള്ള തന്തുക്കളായിട്ട് ഒരു സാധനം കാണപ്പെടുന്നുണ്ട്. അതിങ്ങനെ വിവരങ്ങൾ കൈമാറുന്നതിന്, സ്വഭാവങ്ങൾ കൈമാറുന്നതിനൊക്കെ കോശങ്ങളിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ ജീവികളിൽ സഹായിക്കുന്ന ഒരു വസ്തുവാണെന്നൊക്കെ പറഞ്ഞ് വെച്ചത് നമ്മുടെ ഹോഫ് മേസർ ആണ്. ഈ ഹോഫ് മേസർ 1849 ഇത് പറഞ്ഞതിന് ശേഷം ഇതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഘനീഭവിച്ച് കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിൽ ഇങ്ങനെ കട്ടിയായി മാറിയ കണ്ടൻസർ ആയിട്ടുള്ള ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സിന് ക്രോമസോം, അങ്ങനെ കട്ടിയായി മാറിയ ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സിനെ ക്രോമസോം എന്ന് വിളിച്ചത്. ദ ടേം ക്രോമസോം വാസ് കോയിൻഡ് ബൈ ദ സയന്റിസ്റ്റ് നോൺ ആസ്, ആരാണെന്ന് പറയാം, നിങ്ങൾക്ക് അറിയായിരിക്കും. ആരാണ്ട് 1888 അതായത് ഹോഫ് മേസ്റ്റർ ക്രോമസോമിനെ കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഈ ടേം വരുന്നത്. ക്രോമസോം എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1888. ഏകദേശം ഒരു 40 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പേരാണ്, എന്റെ വോയിസ് ഉണ്ടോ, ഓഡിയോ ഉണ്ടല്ലോ അല്ലേ? ഓഡിയോ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. വാൾഡയർ എന്ന് പറയുന്നത്, വാൾഡയർ ആരാണ്ട് വാൾഡയർ. ഈ രണ്ട് പേരുകളും ഒരുപാട് തവണ ചോദിച്ച പേരുകളാണ്. ഹോഫ് മേസറും വാൾഡയറും ഇത് രണ്ടും ഒരുപാട് തവണ ചോദിച്ച ആൾക്കാരാണ്. വാൾഡയർ ആൻഡ് ഹോഫ് മേസർ ക്രോമസോമിനെ കണ്ടെത്തി. വാൾഡയർ എന്ന് പറയുന്ന ആള് ആ ടേം, ദ ക്രോമസോം എന്ന് പറയുന്ന ടേം, ആ വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത് വാൾഡയർ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ക്രോമസോം എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി മെറ്റീരിയൽ ആണ് അല്ലേ? ഒരു ഹെറിഡിറ്ററി മെറ്റീരിയൽ ആണ് ഈ ക്രോമസോം എന്ന് പറയുന്നത്. അതായത് പാരമ്പര്യ പ്രേക്ഷണ വസ്തു എന്ന് നമ്മൾ പറയും അല്ലേ? നമ്മുടെ പാരമ്പര്യങ്ങൾ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന പാരമ്പര്യ പ്രേക്ഷണ വസ്തുവാണ് നമ്മുടെ ക്രോമസോമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയും, പാരമ്പര്യ പ്രേക്ഷണ വസ്തു. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി ലെവലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അതാണ് ഡീപ്ലി സ്റ്റെയിനബിൾ ആണെന്ന് പഠിക്കും. സ്റ്റെയിനബിൾ അതായത് സ്റ്റെയിൻ കൊടുത്തു കഴിഞ്ഞാൽ, കളർ കൊടുത്തു കഴിഞ്ഞാൽ, നിറങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നിറങ്ങളെ ധാരാളമായിട്ട് നന്നായിട്ട് ആഗിരണം ചെയ്യുന്ന, നിറങ്ങൾ നന്നായി ആഗിരണം ചെയ്യാൻ കഴിവുള്ള വസ്തുവാണ്. ആഗിരണം ചെയ്യാൻ കഴിവുള്ള വസ്തുവാണ് ഈ ക്രോമസോംസ് എന്നത്. ഡീപ്ലി സ്റ്റെയിനബിൾ മെറ്റീരിയൽ. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ക്രോമസോമുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോമസോമിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഈ ക്രോമസോംസ്? അപ്പൊ നമ്മൾ പറഞ്ഞു ക്രോമസോം എന്ന് പറയുമ്പോഴത്തേക്ക് ക്രോമാറ്റിൻ തന്തുക്കൾ ഘനീഭവിക്കുന്നതാണ്. ഹോഫ്മേർ കണ്ടുപിടിച്ച് വാൾഡയർ പേര് കൊടുത്ത പാരമ്പര്യ പ്രേക്ഷണ വസ്തു എന്നറിയപ്പെട്ട നിറങ്ങളെ നന്നായിട്ട് ആഗിരണം ചെയ്യുക, അതായത് ഡീപ്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്നറിയപ്പെടുന്ന കോശത്തിന്റെ മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ക്രോമാറ്റിൻ തന്തുക്കളുടെ ഘനീഭവിച്ച രൂപമാണ് ക്രോമസോം എന്നറിയപ്പെടുന്നത്. അപ്പം ക്രോമാറ്റിൻ തന്തുക്കളുടെ ആ ഘനീഭവിച്ച രൂപമാണ് ക്രോമസോം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ക്രോമാറ്റിൻ ഫൈബേഴ്സ്. അപ്പൊ എന്താണ് ക്രോമാറ്റിൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം എന്താണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് എടുക്കുമ്പോഴത്തേക്ക് പലതവണയും ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതാണ്. കാരണം DNA എന്ന് പറയുന്നത് ഭീകരമായിട്ട് നീളമുള്ള ഒരു വസ്തുവാണ്. അതിനെ ലീനിയർ ആയിട്ട്
വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നീളമുള്ള ഒരു വസ്തുവാണ് DNA എന്ന് പറയുന്നത്, നമ്മളെ DNA എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 2.2 മീറ്റർ ഒക്കെയാണ് മനുഷ്യന്റെ DNA-യുടെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നീട്ടി വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ വളരെ മൈന്യൂട്ടായ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കോശം, അതിനുള്ളിൽ തന്നെ വീണ്ടും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ന്യൂക്ലിയസ്, മർമ്മം, ആ മർമ്മത്തിനുള്ളിൽ വെക്കണമല്ലോ. നീട്ടി വലിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. 2.5 മീറ്ററുള്ള 2.2 മീറ്റർ ഒക്കെ ഉള്ള ഈ DNA എങ്ങനെയാണ് മർമ്മത്തിനുള്ളിൽ കൊണ്ടുവയ്ക്കുന്നത്? അപ്പം എന്ത് ചെയ്യും, ഈ മർമ്മത്തിനുള്ളിൽ ഈ DNA ഇങ്ങനെ ചുരുട്ടി ചെറിയ ഒരു ഭാഗമാക്കി പാട്ടാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഈ മർമ്മത്തിനുള്ളിൽ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? DNA ചുരുട്ടി വളരെ ചെറിയ പാർട്ടാക്കിയാണ് ഈ മർമ്മത്തിനുള്ളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ചുരുട്ടി വെച്ചിരിക്കുന്ന ആ ചെറിയ പാർട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ചുരുട്ടി വെച്ചിരിക്കുന്ന മർമ്മത്തിനുള്ളിൽ ചുരുണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചുരുണ്ടിരിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല, അതിന്റെ ബയോകെമിസ്ട്രിയോ മോളിക്കുലർ ലെവലിലോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന വളരെ നീളമുള്ള DNA ചുരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം, ചുരുണ്ടിരിക്കുന്ന DNA ചുരുണ്ടിരിക്കുന്നതിനെയാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചുരുണ്ടിരിക്കുന്ന DNA-യിൽ ക്രൊമാറ്റിൻ മാത്രമല്ല, ആ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് DNA മാത്രമല്ല, ചുരുണ്ടിരിക്കുന്ന DNA മാത്രമല്ല, DNA-യോട് കൂടി ഒരു മാംസ്യവും കൂടി കാണും, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനും കൂടെ ഉണ്ടായിരിക്കും. ആ DNA-യോട് കൂടി ഒരു പ്രോട്ടീനും കൂടി ഉണ്ടായിരിക്കും, മാംസ്യമല്ല ഒരു പ്രോട്ടീൻ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രൊമാറ്റിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൊമാറ്റിലെ ഘടകങ്ങൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഒരു DNA പ്ലസ് മാംസ്യ തന്മാത്ര. DNA-യും മാംസ്യവും കൂടി ചേർന്നിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന മാംസ്യ തന്മാത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്തെന്ന് പറഞ്ഞു? ആ ക്രൊമാറ്റിൻ തന്തുവില് കാണപ്പെടുന്ന മാംസ്യ തന്മാത്രയുടെ പേരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ആ മാംസ്യ തന്മാത്രയുടെ പേരാണ്? എന്തെന്ന് പറയുന്നത്? എന്താണ്? ഹിസ്റ്റോൺ അല്ലേ? ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഹിസ്റ്റോൺ മാംസ്യം എന്ന് പറയുന്നത് അല്ലെ? ആ ക്രൊമാറ്റിൽ രണ്ടാൾക്കാർ കാണപ്പെടുന്നുണ്ട്, DNA-യും മാംസ്യ തന്മാത്രയും. ആ മാംസ്യ തന്മാത്രയെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ എന്ന്. അതായത് ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ കോംപ്ലക്സ് ഓഫ് DNA ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് പ്രോട്ടീൻ. ദാറ്റ് അസോസിയേറ്റഡ് പ്രോട്ടീൻസ് ആർ കോൾഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഓക്കെ, അപ്പം it is the material, this is the material, DNA and the protein that makes up the eukaryotic chromosomes. ഓക്കെ, അപ്പൊ ഈ DNA-യും ഈ ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടെ ചേർന്നിട്ടാണ് അവസാനമുള്ള ക്രോമസോമിനെ ഉണ്ടാക്കുന്നത്. ആ ക്രോമസോമിന്റെ ഒരു പാർട്ടാണ് ക്രൊമാറ്റിൻ. ആ ക്രൊമാറ്റിനകത്താണ് DNA-യും മാംസ്യവും ഉള്ളത്. ആ ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന മാംസ്യത്തെയാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന മാംസ്യ തന്മാത്രയാണ് നമ്മൾ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ എത്ര തരത്തിലുണ്ടെന്ന് പഠിച്ചു? പ്രധാനമായിട്ടും 4 തരം ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. ഞാൻ ഇവിടെയും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് DNA പാക്കിംഗ് പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നും പറയത്തില്ല, ജസ്റ്റ് പാക്കിംഗ് മാത്രം അങ്ങ് പറയും, ഇനി ഒന്നും കൂടി പറയത്തില്ല. അപ്പം 4 തരം ഹിസ്റ്റോണുകളുണ്ട്. കൂടാതെ എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ ഒരു ഹിസ്റ്റോൺ കൂടെ ഉണ്ട് അല്ലേ? 4 തരം ഹിസ്റ്റോണുകളുണ്ട്, കൂടാതെ എക്സ്ട്രാ ഒരു ഹിസ്റ്റോൺ കൂടെ ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 5 തരം ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഉണ്ടെന്ന് പറയാം. പൊതുവേ എത്ര ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തരമുണ്ട്. പക്ഷേ
ക്രൊമാറ്റിനിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ രൂപപ്പെടുത്തും. ആ സ്ട്രക്ചറിൽ അത് നമ്മളിപ്പോൾ പറയും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ആ 4 തരം ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ H2A എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോണ്, H2B എന്ന് പറയുന്ന മറ്റൊരു ഹിസ്റ്റോണ്, H3 എന്ന് പറയുന്ന അടുത്തൊരു ഹിസ്റ്റോണ്, H4 എന്ന് പറയുന്ന അടുത്തൊരു ഹിസ്റ്റോൺ. ഇങ്ങനെ പ്രധാനമായിട്ടും ഈ 4 തരം ഹിസ്റ്റോണുകളാണ്, ഈ 4 തരം ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ. അപ്പൊ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് 4 തരമാണ്: H2A, H2B, H3 ആൻഡ് H4. ഓക്കെ, ഈ 4 തരം ഹിസ്റ്റോൺ പ്രോട്ടീനുകളും ടു ടൈംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോന്നിന്റെയും 2 തന്മാത്രകൾ വീതം. അതായത് H2A രണ്ടെണ്ണം, H2A എന്ന് പറയുന്നത് 2 എണ്ണമായിരിക്കും, H2B എന്ന് പറയുന്നത് 2 എണ്ണമായിരിക്കും, H3 എന്ന് പറയുന്നത് 2 എണ്ണമായിരിക്കും, H4 എന്ന് പറയുന്നത് 2 എണ്ണമായിരിക്കും. അങ്ങനെ ഓരോ ഹിസ്റ്റോൺ പ്രോട്ടീനും ഇവിടെയുള്ള ഈ എക്സ്ട്രാ ഒന്നുണ്ടെന്ന് പറഞ്ഞത് അവിടെ നിന്നോട്ടെ, അത് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ അടിസ്ഥാനപരമായിട്ട് 4 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ: H2A, H2B, H3 ആൻഡ് H4. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും 2 മോളിക്യൂൾ വീതം, 2 തന്മാത്രകൾ വീതമാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ 2 തന്മാത്രകൾ വീതമുള്ള ഓരോന്ന്, അതായത് H2A 2 എണ്ണം, H2A എന്ന് പറയുന്നത് ഇങ്ങനെ 2 എണ്ണം, 2 H2A 2 എണ്ണം, H2A എന്ന് പറയുന്നത് 2 എണ്ണം, H2A. അതുപോലെ തന്നെ H2B എന്ന് പറയുന്നത് 2 എണ്ണം, H2B എന്ന് പറയുന്നത് ഇതുപോലെ 2 എണ്ണം, H2B എന്ന് പറയുന്നത് 2 എണ്ണം, H2B എന്ന് പറയുന്നത് 2 എണ്ണം. അതുപോലെ തന്നെ H3 എന്ന് പറയുന്നത് 2 എണ്ണം, H3 എന്ന് പറയുന്നത് 2 എണ്ണം, H3 എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി ആരാണുള്ളത്? H4 അല്ലേ? H4 എന്ന് പറയുന്നത് 2 എണ്ണം, ഇത് ഞാൻ അത് മനസ്സിലാകാൻ വേണ്ടി 8 കൂടെ ഒരുമിച്ച് വരച്ച്. H4 എന്ന് പറയുന്നത് 2 എണ്ണം, H4. അപ്പൊ ഇത് ഇരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത്, സെല്ലിനുള്ളിൽ, കോശത്തിനുള്ളിൽ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 2 അടുത്ത 2 എണ്ണം, ഇങ്ങനെ ഒരു 2 എണ്ണം, 4 എണ്ണം ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഇപ്പൊ H2A ആൻഡ് H2B, ഇതും H2Aയും ഇതും H2B, 4 എണ്ണമായില്ല. ഇനി 4 എണ്ണം ബാക്ക് സൈഡിൽ, അങ്ങനെ 8 എണ്ണം. അങ്ങനെ ആ 8 എണ്ണമായിട്ട്, അതായത് ഇതിന്റെ ബാക്കി 4 പേരുണ്ട്, H2 ബാക്കിൽ ഇങ്ങനെ 4 പേരുണ്ട്, ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ 4 പേര് വരും, 3 4 പേര് ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് H3 എന്ന് പറയുന്നത് 2 പേര്, H4 എന്ന് പറയുന്ന 2 പേര്, ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ 8 മോളിക്യൂളായിട്ട് ഇരിക്കുന്നത് കൊണ്ട്, 8 ആയിട്ട് കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയും? ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ, എന്തെന്ന് പറയും ഇതിനെ? ഇതാണ്ട് ഒക്ടാമർ അല്ലെ? ഇതിനെ ഒക്ടാമർ എന്നാണ് വിളിക്കുന്നത്. ഒക്ടാമർ അല്ലെങ്കിൽ അഷ്ടകം എന്നാണ് വിളിക്കുന്നത്. ഒക്ടാമർ അല്ലെങ്കിൽ അഷ്ടകം എന്ന് വിളിക്കും ഇതിനെ. ഒക്ടാമർ അല്ലെങ്കിൽ അഷ്ടകം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒക്ടാമർ അല്ലെങ്കിൽ അഷ്ടകമായിട്ടാണ് ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ DNA-യുമായിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, ഒരു സെന്റൻസ്, ഒരു പോയിന്റ് കൂടെ അവിടെ പറയാൻ പറ്റും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞ DNA-യും പ്രോട്ടീനും കൂടി ചേർന്നതാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. DNA ആൻഡ് പ്രോട്ടീൻ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രൊമാറ്റിൻ. അല്ലെങ്കിൽ പറയാം DNA-യും ഹിസ്റ്റോൺ മാംസ്യവും ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടെ ചേർന്നിട്ടുള്ളതാണ്
ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ DNA പ്ലസ് ഒക്ടാമർ ഓഫ് ഹിസ്റ്റോൺ. ഡിഎൻഎയും ഹിസ്റ്റോൺ ഒക്ടാമർ അല്ലെ. കാരണം 2, 4, 6, 8 അങ്ങനെ 8 എണ്ണം വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്നുള്ള ഒക്ടോബർ എന്ന് പറയുന്നത്. ഇങ്ങനെ 8 എണ്ണം. ഓക്കെ, 8 എണ്ണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ 8 എണ്ണം. അപ്പൊ ഇങ്ങനെ ആ 8 തന്മാത്രകളായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഓരോന്നിന്റെയും ഈ 2 എണ്ണം വെച്ച്. അടിസ്ഥാനപരമായിട്ട് എത്ര ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണേ ഉള്ളൂ. H2A, H2B, H3 ആൻഡ് H4. അതിൽ ഓരോ ഹിസ്റ്റോൺ പ്രോട്ടീനുകളും ഈ 2 തന്മാത്ര 2 മോളിക്യൂൾസ് വീതമാണ് മൊത്തം കാണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് 8 ആയിട്ട് മാറുന്നത്. അതിനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ചേർത്ത് പറയാൻ പറ്റും, DNA-യും അതുപോലെ തന്നെ ഹിസ്റ്റോൺ ഒക്ടാമറും കൂടെ ചേർന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചേർന്ന് വരുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് വിളിക്കുന്നത്. ക്രൊമാറ്റിൻ. ഓക്കെ, അപ്പൊ ഈ ക്രൊമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടെ ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ DNA-യും ഹിസ്റ്റോണും ചേർന്ന് വരുന്ന ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇസ് ദ കണ്ടൻസ്ഡ് അല്ലെ, കണ്ടൻസ്ഡ് ഫോം ഓഫ് കണ്ടൻസ്ഡ് ഫോം ഓഫ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു. ക്രൊമാറ്റിന്റെ ഘനീഭവിച്ച രൂപമാണ് ക്രോമസോം എന്ന് പറഞ്ഞല്ലോ. അപ്പം ക്രൊമാറ്റിൻ കണ്ടൻസ് ഘനീഭവിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്, ഈ ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന ഈ DNA എന്ന് പറയുന്നത്, DNA പ്ലസ് ഹിസ്റ്റോൺ പ്രോട്ടീൻ അല്ലേ, DNA ഉണ്ടല്ലോ. അപ്പൊ ആ ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന DNA എന്ന് പറയുന്നത്, അതായത് ക്രൊമാറ്റിൻ DNA എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കണ്ടൻസർ അല്ല. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? എന്തവസ്ഥയിലുള്ളതെന്ന് പറഞ്ഞു? എന്തവസ്ഥയെന്ന് പറഞ്ഞു അവിടെ? പൂർണ്ണമായും ഘനീഭവിച്ച ക്രൊമാറ്റിൻ DNA പൂർണ്ണമായും ഘനീഭവിച്ചതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഏതവസ്ഥയിലായിരിക്കും എങ്കിൽ അത് ഏതവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു ഞാൻ ഏതവസ്ഥയിലായിരിക്കും. അതൊരു സെമി കണ്ടൻസർ ആണ്. ഒരു അർദ്ധകരാവസ്ഥയിൽ സെമി കണ്ടൻസർ ആണ്. അതായത് വളരെ പകുതി ഘനീഭവിച്ച അവസ്ഥയിലായിരിക്കും ഈ ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന DNA എന്ന് പറയുന്നത്. ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ഫോമാണ്. പക്ഷെ ആ ക്രൊമാറ്റിനിൽ കാണപ്പെടുന്ന DNA എന്ന് പറയുന്നത് പൂർണ്ണമായും ഘനീഭവിച്ചതല്ല, കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ് അല്ല. ഓക്കെ, അത് പകുതി, അതായത് സെമി കണ്ടൻസർ ആയിട്ടുള്ള ഫോമാറ്റാണ് കാണപ്പെടുന്നത്. സെമി കണ്ടൻസർ ആണ്. സെമി കണ്ടൻസ്ഡ് DNA ഇൻസൈഡ് ദി ക്രൊമാറ്റിൻ. സെമി കണ്ടൻസർ ആയിട്ടുള്ള DNA ആണ് ഈ ക്രൊമാറ്റിനിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു 4 പ്രോട്ടീനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. H2A, H2B, H3 ആൻഡ് H4. ഇങ്ങനെ 4 ഹിസ്റ്റോൺ പ്രോട്ടീനുകളുണ്ട്. 4 എണ്ണവും ഓരോന്നും 2 എണ്ണം വെച്ചിട്ടാണ്. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് വരുന്നതിനെ ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറയുന്നത്. 8 എണ്ണം ആകുമ്പോൾ ഒക്ടോമർ ആകുന്നു. ആ ഹിസ്റ്റോൺ ഒക്ടോമറും DNA കൂടെ ചേർന്നിട്ടാണ് ക്രൊമാറ്റിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ ആ ഒക്ടോമറിനെ ഒരു ഒക്ടോമർ മാത്രമായിട്ട് വരയ്ക്കുകയാണ്. ഇതൊരു ഒക്ടോമർ ആണ്. ഇതിനകത്ത് 8 ആൾക്കാരുണ്ട്. ഇതിനകത്ത് മൊത്തം 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കാണും. അടുത്ത ഒരു ഹിസ്റ്റോൺ, ഇതിനകത്തും 8 പേര് കാണും. ഇതൊരു ഒക്ടോമർ ആണ്. അടുത്തത് ഇതൊരു ഒക്ടോമർ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഈ ഒക്ടോമറിൽ എന്ത് ചെയ്യുന്നു? ഈ ഒക്ടോമറിൽ ഇങ്ങനെ ദിസ് ഈസ് DNA. ഈ DNA ഇങ്ങനെ ബൈൻഡ് ചെയ്ത് ഇങ്ങനെ പോയി കയറി വീണ്ടും ബൈൻഡ് ചെയ്ത് വീണ്ടും വന്ന് ഇങ്ങനെയാണ് DNA പോകുന്നത്. മനസ്സിലായില്ലേ? ഒക്ടോമറിന്റെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത്, ദിസ് ഈസ് ദ ബൈൻഡിങ് ഓഫ് DNA. ഇത് DNA ആണ്. ഇതാണ് DNA.
ഇതാണ് ഒക്ടോമർ എന്ന് പറയുന്നത്. ഇതാണ് ഒക്ടോമർ. ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ഹിസ്റ്റോൺ ഒക്ടോമർ. ദിസ് ഈസ് ദ ഹിസ്റ്റോൺ ഒക്ടോമർ. ഇതാണ് ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ DNA ഈ ഓരോ ഹിസ്റ്റോണിനെയും ഇങ്ങനെ ബൈൻഡ് ചെയ്താണ് പോകുന്നത്. അതായത് മാലയിൽ മുത്ത് കോർത്തതുപോലെ ഇങ്ങനെ ബൈൻഡ് ചെയ്താണ് ഇത് DNA കോയിൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കോയിൽ ഇടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ കോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ഹിസ്റ്റോൺ ആണ് അല്ലേ? ഇതൊരു ഹിസ്റ്റോൺ ആണല്ലോ. ഈ കാണുന്നത് ഇതൊരു ഹിസ്റ്റോൺ ആണ്, ഇതൊരു ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. ഇതും ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ ആണ്, ഇതും ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ ആണ്. ഓക്കെ, അതിനെയാണ് ബൈൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ DNA കടന്നു പോകുന്നത്. അതിനെ ബൈൻഡ് ചെയ്തുകൊണ്ടാണ് DNA ഇങ്ങനെ കടന്നു പോകുന്നത്. അതിന്റെ ബൈൻഡ് ചെയ്തുകൊണ്ട് DNA ഇങ്ങനെ കടന്നു പോകുന്നു. ഓക്കെ, അപ്പം അങ്ങനെ അതിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് DNA കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കാണപ്പെടുന്ന ആദ്യം ഞാൻ ഈ പറഞ്ഞ ഈ ഹിസ്റ്റോൺ ഒക്ടോമറും ഈ ഹിസ്റ്റോൺ ഒക്ടോമറിനെയും തമ്മിൽ ബൈൻഡ് ചെയ്യിപ്പിച്ചിട്ട്, അതായത് DNA കൊണ്ട് ചുരുട്ടി വെച്ചിട്ട് അതിനെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടി, അതായത് രണ്ട് ഹിസ്റ്റോണുകളെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DNA വെച്ചിട്ട് രണ്ട് ഹിസ്റ്റോണുകളെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യും ഒരു DNA വെച്ചിട്ട്. ഓക്കെ, ഇത് DNA ആണല്ലോ, ഇതും DNA ആണ്, ഇതും DNA ആണല്ലോ, ഇതും DNA ആണല്ലോ. ഇവിടെ ഇതും DNA ആണ്, ഇതും DNA ആണല്ലോ, ഇതും DNA ആണ്. ഓക്കെ, അപ്പൊ നോക്കിയോ, ഇവിടെയുള്ള ഈ ഹിസ്റ്റോണിനെയും അതിന്റെ ബാക്കി പാർട്സ് ആയിട്ടുള്ള DNA, ഇവിടെയുള്ള ഹിസ്റ്റോണ് അതിന്റെ ബാലൻസ് പാർട്ടായ DNA തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ചെയ്യുന്നു, കൂട്ടിയോജിപ്പിക്കുന്നു. അങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രോട്ടീനാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. ഞാൻ നേരത്തെ ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് H1. H1 അതിനാണ് നമ്മൾ വിളിക്കുന്നത് H1. ഇതാണ് H1 പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് H1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത്. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതായത് H1നെ വിളിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് ഇറ്റ് ഇസ് എ ലിങ്കർ DNA എന്ന് പറഞ്ഞാൽ DNA തമ്മിൽ ബന്ധിപ്പിക്കുന്ന, വേണമെങ്കിൽ ഒക്ടോമറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നെന്നും പറയാം. ഓക്കെ, ഇറ്റ് ഇസ് ദ ലിങ്കർ DNA. ഇതിനെയാണ് നമ്മൾ ലിങ്കർ DNA എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ദ ലിങ്കർ DNA. ലിങ്കർ DNA എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ ഏത്? ലിങ്കർ DNA എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ ഏത് പ്രോട്ടീൻ ആണ്? H1 ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പൊ മൊത്തം എത്ര ഹിസ്റ്റോൺ പ്രോട്ടീൻ ആയി? പ്ലസ് ഒന്നും കൂടെ വരണ്ടേ? H കൂടെ വരണ്ടേ? മൊത്തവും അല്ലേ? ബേസിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4, പക്ഷെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിസ്റ്റോൺ ഒക്ടോമറുമായിട്ട് ബന്ധമില്ലാത്ത ഹിസ്റ്റോൺ പ്രോട്ടീൻ ഏതാണ്? H1. ചോദ്യമാണ്. ഹിസ്റ്റോൺ ഒക്ടോമറുമായിട്ട് ബന്ധമില്ലാത്ത പ്രോട്ടീൻ H1. ഹിസ്റ്റോൺ ഒക്ടോമറുമായിട്ട് ബന്ധമില്ല. ഹിസ്റ്റോൺ ഒക്ടോമറുമായിട്ട് ബന്ധമുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് H2A, H2B, H3 ആൻഡ് H4. എന്നാൽ H1 പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻ തന്നെയാണ്. എന്നാൽ അത് രണ്ട് DNA തമ്മിൽ കണക്ട് ചെയ്യുന്നതിന്, രണ്ട് ഹിസ്റ്റോൺ ഒക്ടോമറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് ആ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ലിങ്കർ DNA എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അപ്പൊ ഇതിനെയാണ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രൊമാറ്റിൻ. ഇതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ക്രൊമാറ്റിൻ എന്ന് പറയുമ്പോൾ DNA കാണും, ഹിസ്റ്റോൺ ഒക്ടോമർ കാണും, ലിങ്കർ DNA കാണും. ഇത്രയും ആൾക്കാർ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ആ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ പറയും ജസ്റ്റ് DNA പ്ലസ് ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറയത്തേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂടെ ആരും കൂടി ഉണ്ടായിരിക്കും, DNA കൂടി വരും. അത് അങ്ങനെ പരീക്ഷയ്ക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ, ആ ഒരു സ്ട്രിങ്ങിനെ മൊത്തമായിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ചോദിക്കണമെങ്കിൽ DNA പ്ലസ് ഹിസ്റ്റോൺ പ്രോട്ടീൻ, അത്രേ ഉള്ളൂ. ഈ H1 ഹിസ്റ്റോൺ പ്രോട്ടീൻ തന്നെയല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. DNA പ്ലസ് ഹിസ്റ്റോൺ ഒക്ടോമർ അല്ലെ ഹിസ്റ്റോൺ പ്രോട്ടീൻ, ദാറ്റ് ഈസ് നോൺ ആസ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ക്രൊമാറ്റിൻ, ദ കോംപ്ലക്സ് ഓഫ് DNA ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് പ്രോട്ടീൻ ലൈക്ക് എ ഹിസ്റ്റോൺ പ്രോട്ടീൻ നോൺ ആസ് ക്രൊമാറ്റിൻ. അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഒരു ക്രോമസോമിനെ ഉണ്ടാക്കുന്നത്. ഈ
ക്രൊമാറ്റിനുകൾ. ഇനി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ നമ്മളിവിടെ കണ്ടു ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ ആ ഹിസ്റ്റോൺ ഒക്ടോമറിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് DNA ഇങ്ങനെ പോവുകയാണ് അല്ലേ? അടുത്ത ഹിസ്റ്റോൺ ഒക്ടോമറിലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഈ ഒക്ടോമറിനെ ഈ ഹിസ്റ്റോണിനെ ഒരു DNA വന്ന് ബൈൻഡ് ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ബൈൻഡ് ചെയ്യാൻ, ഒട്ടിപ്പിടിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ചോദിക്കും പരീക്ഷയ്ക്ക്. ഹിസ്റ്റോൺ പ്രോട്ടീന്റെ ചാർജ് എന്ന് പറയുന്നത് എന്ത് ചാർജാണ്? ഹിസ്റ്റോൺ പോസിറ്റീവ് ചാർജാണ്. ഹിസ്റ്റോണിന് പോസിറ്റീവ് ചാർജ് കാരണം അവിടെ ഈ തന്നെയാണ് അല്ലെ, അബൻഡൻസ് ഓഫ് ബേസിക് അമിനോ ആസിഡ്സ് ലൈക്ക്, വെരി ഗുഡ്, ആരൊക്കെ ഉണ്ട്? ആർജിനിനും ലൈസിനും. ഈ ആർജിനിനും ലൈസിനും ഹിസ്റ്റോൺ ഉള്ളത് കൊണ്ട് ഹിസ്റ്റോൺ എപ്പോഴും പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. പിന്നെ DNA നമുക്കറിയാം, DNA എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജ് ആണ്. കാരണം DNA എന്ത് ഗ്രൂപ്പ് ഉണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെ? DNA സ്വാഭാവികമായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് DNA നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിൽ എന്തായിരിക്കും? ഭയങ്കരമായിട്ട് സ്നേഹമായിരിക്കും അല്ലെ, ഇഷ്ടമായിരിക്കും, ഒരിക്കലും വിട്ടുപിരിയത്തില്ല, കെട്ടിപ്പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആ കെട്ടിപ്പിടുത്തമാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ബൈൻഡിങ് എന്ന് പറയുന്നത്. ആ കെട്ടിപ്പിടുത്തമാണ് ഇവിടെ കാണപ്പെടുന്ന ഈ ബൈൻഡിങ് എന്ന് പറയുന്നത്. DNAയും ഹിസ്റ്റോണും തമ്മിലുള്ള ആ സ്നേഹം വരാനുള്ള കാരണം ഈ ചാർജുകളാണ്. ഓക്കെ, അപ്പം പരസ്പരം ആകർഷിക്കും അല്ലെ? ഈ ഓപ്പോസിറ്റ് ചാർജുകൾ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് നമ്മളെ DNA ബൈൻഡിങ്ങിലും ഇത് തന്നെയാണ് പഠിക്കുന്നത്, സെയിം. ഓക്കെ, അപ്പൊ ഈ ഓപ്പോസിറ്റ് ചാർജുകൾ ആയതുകൊണ്ടാണ് ഹിസ്റ്റോണിനെ വന്നിട്ട് DNA ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളണം. അപ്പൊ ഇങ്ങനെ ഹിസ്റ്റോണുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഹിസ്റ്റോണുകൾ ഇഷ്ടംപോലെ മാലയിൽ മുത്ത് കോർത്തതുപോലെ ഇഷ്ടംപോലെ ഹിസ്റ്റോണുകൾ. ആ ഹിസ്റ്റോണിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ DNA ഇങ്ങനെ പോകുന്നു. ഇതിങ്ങനെ നീണ്ടു പോവും. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതാണ് കണ്ടൻസറായി ഇങ്ങനെ കണ്ടൻസറായി ചുരുണ്ട്. ഇത് ഓരോ ഹിസ്റ്റോൺ ആണ്. ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ കോയിൽ ചെയ്ത് മാറും. നമ്മുടെ പഴയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഫോണിന്റെ ലാൻഡ് ഫോണിന്റെ വയറൊക്കെ കുടുങ്ങി കിടക്കുന്ന പോലെ ഈ ഒരു രൂപത്തിലായിട്ട് മാറും. ഇതാണ് ഓരോ ഹിസ്റ്റോൺ ഒക്ടോമറുകൾ എന്ന് പറയുന്നത്. ഇത് ഓരോ ഹിസ്റ്റോൺ ഒക്ടോമറുകൾ. മറ്റത് DNA. ഇത് ഓരോ ഹിസ്റ്റോൺ ഒക്ടോമറുകളാണ്. ഇങ്ങനെ കണ്ടൻസറായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ നീണ്ടു പോകുന്ന സാധനം ചുളുങ്ങി കണ്ടൻസറായിട്ട് മാറും. ഓക്കെ, ഓരോ ഹിസ്റ്റോൺ, H എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടോമറിനെയാണ് സൂചിപ്പിക്കുന്നത്, ഹിസ്റ്റോണിനല്ല, ഹിസ്റ്റോൺ ഒക്ടോമറിനെയാണ് ഞാൻ H എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഈ ഓരോ സിംഗിൾ ഒക്ടോമറും, ഇതൊരു ഒക്ടോമറാണ്, ഓരോ സിംഗിൾ ഒക്ടോമർ ആണല്ലോ. ആ ഓരോ സിംഗിൾ ഒക്ടോമറിനെയും, അതായത് ഈ DNAയും ഒക്ടോമറും തമ്മിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന അതിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള, ഓക്കെ, ഒരു സിംഗിൾ ഒരേ ഒരു ഒക്ടോമർ. ഇതിൽ ഓരോ ഒക്ടോമറും, ഇതൊരൊക്ടോമർ, ഇതൊന്ന് ഇങ്ങനെ അനവധി ഒക്ടോമറുകൾ. ഇതിൽ ഓരോ ഒക്ടോമറിനെയും നമ്മൾ വിളിക്കുന്നത് പേര്, ഇതിൽ ഓരോ ഒക്ടോമറിനെയും നമ്മൾ എന്തെന്ന് വിളിക്കൂടെ? ഇതിൽ ഓരോ ഒക്ടോമറിനെയും അറിയപ്പെടുന്നത്, എന്താണ്? വെരി ഗുഡ്. എന്താണ്? ന്യൂക്ലിയോസോംസ് എന്നാണ്. എന്താണ്? ന്യൂക്ലിയോസോം എന്നാണ് ഇതിൽ ഓരോ ഒക്ടോമർ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ന്യൂക്ലിയോസോംസ് എടുത്തു കഴിഞ്ഞാൽ
ഒരു ന്യൂക്ലിയോസോംസ് നമ്മളിങ്ങനെ എടുത്ത് ഒരു ഒക്ടോമർ, അതില് ഇങ്ങനെ റാപ്പ് ചെയ്ത് പോകുന്ന DNA ഇത്രയും, അതിലിങ്ങനെ റാപ്പ് ചെയ്ത് പോകുന്ന DNA ഇത്രയും ആളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DNA ഇത്രയും ഭാഗം ഉണ്ടായിരിക്കുമല്ലോ, ഇത്രയും DNAയും ഇത് DNA, ഇത് ഹിസ്റ്റോൺ ഒക്ടോമർ. അപ്പൊ ഇത്രയും DNA റാപ്പ് ചെയ്തിരിക്കുന്നു, ബാക്കി ഹിസ്റ്റോൺ ഒക്ടോമർ. അപ്പൊ ഇതിനെ ഒരുമിച്ച് ചേർത്ത് ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയോസോംസ്. അപ്പൊ ഈ ന്യൂക്ലിയോസോംസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ റാപ്പ്, ആ ഒരു ന്യൂക്ലിയോസോമില് DNA, ഒരു ന്യൂക്ലിയോസോമില് ആ DNA ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന ആ റാപ്പ് അല്ല ആ ചുറ്റല് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ബേസ് പെയർ ആണ് ഈ റാപ്പ് എന്ന് പറയുന്നത്? എത്ര ബേസ് പെയർ ആണ്? 146 ബേസ് പെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ 146 ബേസ് പെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ന്യൂക്ലിയോസോമില് DNA-യുടെ ബേസ് പെയർ എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയോസോമില് DNA-യുടെ ബേസ് പെയർ എന്ന് പറയുന്നത് എത്രയുണ്ട്? 146 ബേസ് പെയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും പിന്നീട്, അതിന്റെ മാത്സ് പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞൂടെ, എങ്ങനെ പറയാം? അപ്പൊ നമുക്കറിയാം. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മളിവിടെ വരച്ച പടം നോക്കിയേ, ദാ ഇതൊരു ന്യൂക്ലിയോസോമാണ്, DNA ബൈൻഡ് ചെയ്തിരിക്കുന്നു, ഹിസ്റ്റോൺ പ്രോട്ടീൻ വന്ന്. ഇതൊരു ന്യൂക്ലിയോസോമാണ്, DNA ബൈൻഡ് ചെയ്തിരിക്കുന്നു, ഹിസ്റ്റോൺ പ്രോട്ടീൻ വന്ന്. ഇതൊരു ന്യൂക്ലിയോസോമാണ്, ഇതൊരു ന്യൂക്ലിയോസോമാണ്. അപ്പൊ നമുക്കൊരു പോയിന്റ് പറഞ്ഞൂടെ, എന്ത് പറയാം? ക്രോമാറ്റിന്റെ ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓർ ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ്, അതായത് ക്രോമാറ്റിൻ അല്ലെ, ന്യൂക്ലിയോസോം ഈസ് ദ ബേസിക് ഓർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് ക്രോമാറ്റിൻ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ക്രോമാറ്റിന്റെ അടിസ്ഥാന ഏകകം അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്ട്? ന്യൂക്ലിയോസോമാണ്. ക്രോമാറ്റിന്റെ അടിസ്ഥാന ഏകകം അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസോമാണ്. അപ്പൊ ന്യൂക്ലിയോസോം കണ്ടാണ് ക്രോമാറ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് പറയാം, അല്ലെങ്കിൽ DNA പ്ലസ് ഹിസ്റ്റോൺ ഒക്ടോമറുകൾ കൊണ്ടാണ് ക്രോമാറ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് പറയാം. ഓക്കെ, ഇനി ഈ ക്രോമാറ്റിനില് രണ്ട് ന്യൂക്ലിയോസോമിനെ തമ്മിൽ ഇല്ലേ, ഇനി അങ്ങനെയും പറഞ്ഞൂടെ, അങ്ങനെയും ചോദിക്കാമല്ലോ, അങ്ങനെയും പറയാലോ. ഈ ക്രോമാറ്റിനില് രണ്ട് ന്യൂക്ലിയോസോമിനെയും രണ്ട് ന്യൂക്ലിയോസോമുകളെ എങ്ങനെ രണ്ട് ന്യൂക്ലിയോസോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോട്ടീൻ എന്നും ചോദിച്ചൂടെ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെയും ചോദിച്ചൂടെ? ഈ രണ്ട് ന്യൂക്ലിയോസോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാംസ്യം പ്രോട്ടീൻ ഏതാണ്? അപ്പോൾ നമുക്ക് പറയാം ആൻസർ ഏതാണ്ട് H1 അല്ലേ? അങ്ങനെയും പറയാം. H1. രണ്ട് ന്യൂക്ലിയോസോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോട്ടീൻ ഏത്? ഒരു ക്രോമാറ്റിനിലെ രണ്ട് ന്യൂക്ലിയോസോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോട്ടീൻ ഏത്? സിമ്പിൾ, H1 പ്രോട്ടീൻ. ഓക്കെ, ക്ലിയർ ആയ? അപ്പൊ ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്ന, ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന ഈ ന്യൂക്ലിയോസോമുകളാണ് ആക്ച്വലി ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോശ വിഭജനം തുടങ്ങുമ്പോൾ, അതായത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് അല്ലെ, ക്രമഭംഗവും ഊനഭംഗവും അല്ലെ. കോശ വിഭജനത്തില് രണ്ട് സ്റ്റെപ്പുകളാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് തരം കോശ വിഭജന രീതികളാണുള്ളത്. എന്തൊക്കെയാണ്? ക്രമഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈറ്റോസിസ് ആണോ മിയോസിസ് ആണോ? ക്രമഭംഗം. മറന്നു പോരുത്, തിരിഞ്ഞും പോരുത്. ക്രമഭംഗം എന്ന് പറയുന്നത് മൈറ്റോ ആണ്. മൈക്രോ എന്ന് പഠിച്ചിരുന്നത്, അപ്പൊ തിരിയത്തില്ല. മൈക്രോ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും തിരിയത്തില്ല കേട്ടോ. മൈറ്റോസിസിനെയാണ് നമുക്ക് അറിയാമായിരിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മലയാളം കൺഫ്യൂഷൻ ആയിട്ട് തെറ്റിപ്പോവും. ക്രമഭംഗം എന്ന് ഉദ്ദേശിക്കുന്നത്
മൈറ്റോസിസ്. മൈക്രോ എന്ന് ആലോചിച്ചാൽ മതി. മൈക്രോ ക്രമഭംഗം, മൈറ്റോസിസ്. അപ്പൊ പിന്നെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മിയോസിസ് ആണെങ്കിൽ എന്തായിരിക്കും? ഊനഭംഗം ആയിരിക്കുമല്ലോ. ഊനഭംഗം ആയിരിക്കുമല്ലോ. അപ്പൊ തിരിഞ്ഞു പോകത്തില്ല. ഓക്കെ. അപ്പം ഈ കോശവിഭജനം തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മൈറ്റോസിസ് മിയോസിസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ക്രൊമാറ്റിൻ എന്ത് ചെയ്യും? ഈ ഇങ്ങനെ കാണപ്പെടുന്ന ഈ ക്രൊമാറ്റിൻ, നമ്മളിപ്പോ കണ്ട ഇങ്ങനെ നീണ്ടു പോകുന്ന ഇങ്ങനെ പോകുന്ന ഈ രീതിയിൽ പോകുന്ന ഈ ക്രൊമാറ്റിൻ, ഈ രീതിയിൽ ഇങ്ങനെ പോകുന്ന ഈ ക്രൊമാറ്റിൻ എന്ത് ചെയ്യുന്നു? വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും എന്ത് ചെയ്യുന്നു? കണ്ടൻസറായിട്ട് വരും അല്ലേ? കോശവിഭജനം ആരംഭിക്കുന്ന സമയത്ത് മിയോസിസിലും മൈറ്റോസിസിലും ഇതിങ്ങനെ ലീനിയർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലേ, അല്ലെങ്കിൽ ന്യൂക്ലിയോസോമുകളായിട്ട് 146 ബേസ് പെയറിൽ ചുറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ക്രൊമാറ്റിൻ തന്തുക്കള് വീണ്ടും ഇങ്ങനെ കണ്ടൻസർ ആവും. ഓക്കെ. വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? കണ്ടൻസർ ആയിട്ട് വീണ്ടും ഇങ്ങനെ കണ്ടൻസർ ആയിട്ട് വന്ന് ഇങ്ങനെ ചുരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണിന്റെ വയറ് ചുരുളുന്നത് പോലെ ഇങ്ങനെ ചുരുണ്ട ആകൃതിയിലേക്ക് മാറും. അങ്ങനെ ആ ചുരുണ്ട ആകൃതിയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ ആ ചുരുണ്ട ആകൃതിയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അങ്ങനെ കണ്ടൻസർ ആകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അങ്ങനെ ചുരുണ്ട് മാറുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീണ്ടും ഇങ്ങനെ കണ്ടൻസർ ആയിട്ട് മാറുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇങ്ങനെ കണ്ടൻസർ ആയിട്ട് വരുന്ന ഇത് ക്രൊമാറ്റിൻ തന്തുക്കളാണല്ലോ. പക്ഷെ ക്രൊമാറ്റിൻ തന്തുക്കള് ഇങ്ങനെ നീളത്തിന് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാര്, ഇങ്ങനെ നീളത്തിന് ചുറ്റി പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാര് എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ കണ്ടൻസറായി ചുരുണ്ടുകൂടി ഒന്നുകൂടി ഇങ്ങനെ ചുരുണ്ടുകൂടുന്ന ഈ ആളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ക്രോമസോംസ്. ഇങ്ങനെ കണ്ടൻസർ ആയിട്ടുള്ള, അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, അതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് വിളിക്കുന്നത്. ക്രോമസോം. ഇപ്പൊ രണ്ടും കിട്ടിയില്ലേ? ക്രോമസോം എന്താണെന്ന് കിട്ടി, ക്രൊമാറ്റിൻ എന്താണെന്ന് കിട്ടി. അതേ കോശവിഭജന സമയം നടക്കുമ്പോഴത്തേക്ക് ഈ ക്രൊമാറ്റിനുകള് അല്ലെ, ഈ ക്രൊമാറ്റിൻ തന്തുക്കള് ഘനീഭവിച്ച് ചുരുണ്ടുകൂടുന്നു. അങ്ങനെ ചുരുണ്ടുകൂടി വരുന്ന ആളിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. കാരണം ഈ കണ്ടൻസർ ഫോം നമുക്ക് എപ്പോഴും അറിയാൻ പറ്റുന്നത്, ഘനീഭവിച്ച രൂപം നമുക്ക് എപ്പോഴും അറിയാൻ പറ്റുന്നത് ഈ കോശവിഭജന സമയത്ത് മാത്രമേ അറിയാൻ പറ്റൂ. അതായത് എപ്പോഴും അറിയാൻ പറ്റും? അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. ഏതു സമയത്ത് അറിയാൻ പറ്റും കോശവിഭജന കോശചക്രത്തില്? ഏത് സമയത്ത്? നമ്മുടെ മൈറ്റോസിസിലെ മൈറ്റോട്ടിക് ഫേസിലെ ഏത് സ്റ്റേജിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്, കണ്ടു തുടങ്ങുന്നത് ഏത് ഫേസിലാണ്? കാരിയോകൈനോസിസ് എന്ന് പറയുന്നത് അല്ലേ? കാരിയോകൈനസിസ് എന്ന് പറയുന്ന ഫേസിലായിരിക്കും നമ്മൾ ഇതിനെ കാണുന്നത്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിയോകൈനസിസ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് അല്ലേ? മർമ്മ വിഭജനം നടക്കുന്ന സമയം അല്ലെ? മർമ്മ വിഭജനത്തെയാണ് നമ്മൾ കാരിയോകൈനസിസ്. അപ്പൊ മിയോസിസിന്റെയും മൈറ്റോസിന്റെ ഒക്കെ കാരിയോകൈനസിസിലാണ്, അല്ലെങ്കിൽ മർമ്മ വിഭജന സമയത്താണ് നമുക്ക് ക്രോമസോമിനെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ക്രോമസോമിനെ കാണാൻ കഴിയുന്നത്. ആ ഒരു കാര്യം അവിടെ ഓർമ്മ വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ക്രോമസോം എന്ന് പറയുന്നത്, അപ്പൊ ഇത്തരത്തില് ക്രൊമാറ്റിൻ കണ്ടൻസർ ആയിട്ട് വരുന്ന, അപ്പൊ ക്രൊമാറ്റിനെ പറ്റിയൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? റെഡി? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ക്രോമസോംസ് എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി വെഹിക്കിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? ഹെറിഡിറ്ററി ആയിട്ടുള്ള വെഹിക്കിൾ ആണ് ക്രോമസോം എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി വെഹിക്കിൾ, അല്ലെങ്കിൽ പാരമ്പര്യ പ്രേക്ഷണ വാഹകൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഹെറിഡിറ്ററി വെഹിക്കിൾ എന്നുള്ള പേരിൽ നമ്മൾ ഈ ക്രോമസോംസിനെ വിളിക്കും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രോമസോംസ് സ്റ്റോർസ് ആൻഡ് ട്രാൻസ്ഫർ ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോർഡ് ഫ്രം മദർ സെൽ ടു ഡോട്ടർ സെൽസ് നമ്മൾ പറയും. അതായത് ഈ ഹെറിഡിറ്ററി വെഹിക്കിൾ എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ക്രോമസോമിനെ വിളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഹെറിഡിറ്ററി ഇൻഫർമേഷൻസിനെ ഹെറിഡിറ്ററി ഇൻഫർമേഷൻ പാരമ്പര്യമായിട്ടുള്ള വിവരങ്ങൾ, ഹെറിഡിറ്ററി ഇൻഫർമേഷൻ പാരമ്പര്യ വിവരങ്ങൾ. ഈ പാരമ്പര്യ വിവരങ്ങൾ എന്ന് പറയുന്നത് ആരിലാണ് ഇരിക്കുന്നത്, ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പാരമ്പര്യ വിവരങ്ങൾ എന്ന് പറയുന്നത് ദിസ് ഈസ് എ DNA അല്ലേ? അപ്പൊ സ്റ്റോർ ആൻഡ് ട്രാൻസ്ഫർ ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫർ. ആ DNA ഉപയോഗിച്ചുകൊണ്ട് DNAയിലെ വിവരങ്ങള് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? മദർ സെൽ, മാതൃകോശത്തിൽ നിന്നും എവിടേക്ക്? ഡാട്ടർ സെല്ലിലേക്ക്, പുത്രികാകോശത്തിലേക്ക് അല്ലേ? ആ DNA ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാരമ്പര്യ വിവരങ്ങള്, ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് മാതൃകോശത്തിൽ നിന്നും പുത്രികാകോശത്തിലേക്ക് ട്രാൻസ്പോർട്ട് വഹിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഈ ക്രോമസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ക്രോമസോമിന്റെ നമ്പർ അല്ലെ? നമുക്കറിയാം ഓരോ സ്പീഷീസിലും ആ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം. ആ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് ഓരോ വർഗം ജീവികളിലും, ഓരോ വർഗം ജീവജാലങ്ങളിലും എങ്ങനെയായിരിക്കും? ഓരോ വർഗം ജീവികളിലും വളരെ സ്പെസിഫിക് ആയിട്ട് അല്ലെ? വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് അല്ലെ? കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗത്തിന് 46 നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള എൻറ്റയർ വേൾഡിലുള്ള എല്ലാ മനുഷ്യന്റെയും ക്രോമസോമുകളുടെ എണ്ണം എത്ര തന്നെയാണ്? 46 തന്നെയാണ്. ആ 46 എന്നുള്ള ആ ക്രോമസോമില്, ആ 46 എണ്ണം ക്രോമസോമിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കാറുണ്ട് സാധാരണ. അതായത് സിംഗിൾ സെറ്റ് ക്രോമസോംസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഡബിൾ സെറ്റ് ക്രോമസോംസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സിംഗിൾ സെറ്റ് ക്രോമസോംസും ഡബിൾ സെറ്റ് ക്രോമസോംസും. ആ സിംഗിൾ സെറ്റ് ക്രോമസോമിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും. ഇപ്പോഴ് മലയാളത്തിൽ നിന്ന് വിളിക്കൂടെ? എന്തെന്ന് വിളിക്കും? പറഞ്ഞ അഞ്ജലി, സിംഗിൾ സെറ്റ് ക്രോമസോമിനെ എന്തെന്ന് വിളിക്കും? എന്തെന്ന് വിളിക്കും? എന്താണ്? ഹാപ്ലോയിഡ് അല്ലേ? ഹാപ്ലോയിഡ് അല്ലെങ്കിൽ ഏകപ്ലോയിഡ് എന്ന് വിളിക്കും അല്ലെ? ഏകപ്ലോയിഡ് എന്ന് വിളിക്കും സിംഗിൾ സെറ്റ് ക്രോമസോമിനെ. ഏകപ്ലോയിഡ്. ഈ ഏകപ്ലോയിഡ് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഏത് തരം കോശങ്ങളിലാണ് ഏകപ്ലോയിഡ് ക്രോമസോമിനെ കാണാൻ പറ്റുന്നത്? അല്ലെങ്കിൽ സിംഗിൾ സെറ്റ് ആയിട്ടുള്ള ഏകപ്ലോയിഡ് ക്രോമസോമിനെ കാണാൻ പറ്റുന്നത് ഏത് തരം കോശങ്ങളിലാണ്? അല്ല, അഞ്ജലിയുടെ മൈക്ക് വ്യക്തം ക്ലിയർ അല്ല. വേറെ ആള് പറഞ്ഞേ, അഞ്ജലിയുടെ മൈക്ക് ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. വേറെ ആള് പറഞ്ഞേ. സുദേവിന്റെ മൈക്ക് അങ്ങനെ ആയി എന്തോ, എനിക്ക് ഇവിടുത്തെ പ്രശ്നമായിരിക്കും. നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ. എഗ് സ്പെർം, ഓക്കെ, അത് തന്നെ, വെരി ഗുഡ്. ഇപ്പൊ ഇച്ചിരി ക്ലിയർ ആയി. നിങ്ങളുടെ മൈക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ. ഓക്കെ, എഗ് ഓർ സ്പെർം, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഗാമീറ്റ്സ് എന്ന് വിളിക്കും അല്ലേ? ഗാമീറ്റ്സിലാണ് കാണപ്പെടുന്നത്. മലയാളത്തിൽ നമ്മൾ പറയും ബീജകോശങ്ങൾ അല്ലെ? ബീജകോശങ്ങൾ ഉണ്ടാവുമ്പോഴത്തേക്ക് ബീജകോശങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്? ബീജകോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടവും പുംബീജവും അല്ലേ? അണ്ടമാൻഡ് പുംബീജം. അണ്ടം എന്ന് പറയുന്നത് സ്ത്രീകളിലും പുംബീജം എന്ന് പറയുന്നത് പുരുഷനിലും. ആ അണ്ടത്തെയും പുംബീജത്തെയുമാണ് ബീജകോശങ്ങൾ എന്ന് പറയുന്നത്, ഗാമീറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗാമീറ്റ്സിലായിരിക്കും സിംഗിൾ സെറ്റ് ഏകപ്ലോയിഡ് ആയിട്ടുള്ള, അതായത് 46 23 n നമ്പർ ഓഫ് ക്രോമസോംസ് അല്ലേ? n നമ്പർ എന്ന് പറഞ്ഞ ക്രോമസോംസ്, ദാറ്റ് ഈസ് എ സിംഗിൾ സെറ്റ് ഏകപ്ലോയിഡ്. അത് കാണുന്നത് ബീജകോശങ്ങളായിരിക്കും. ഇനി ഡബിൾ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഡബിൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് അല്ലെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള കോശങ്ങള്, അല്ലെങ്കിൽ 2n നമ്പർ ആയിട്ടുള്ള കോശങ്ങള്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും എന്തെന്ന് വിളിക്കും 46 മൊത്തത്തിലുള്ള അല്ലെ 46 ക്രോമസോം. ഇത് ആരിലാ കാണപ്പെടുന്നത്? ഈ 46 കാണപ്പെടുന്നത് ഏതുതരം കോശങ്ങളിലാ? എനിബഡി ഏതുതരം കോശങ്ങളിലാ? ഇത് ബീജകോശങ്ങളിലാണെന്ന് പറഞ്ഞു. ഏകപ്ലോയിഡ് കാണപ്പെടുന്നത് ബീജകോശങ്ങളിലാണ്. ഏകപ്ലോയിഡ് ക്രോമസോമുകൾ കാണപ്പെടുന്നത് ബീജകോശങ്ങളിലാണ്, അല്ലെങ്കിൽ അണ്ഡകോശങ്ങളിലാണ്, അല്ലെങ്കിൽ പുംബീജകോശങ്ങളിലാണ് നമ്മൾ പറയും. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഏതുതരം കോശങ്ങളില്? സൊമാറ്റിക് കോശങ്ങൾ അല്ലേ? വെരി ഗുഡ്. സൊമാറ്റിക് കോശങ്ങളില് അല്ലെങ്കിൽ നമ്മൾ പറയും ശരീരകോശങ്ങൾ എന്ന് പറയും. ശരീരകോശങ്ങളില് ആ സൊമാറ്റിക് സെല്ലായിരിക്കും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോമുകൾ എപ്പോഴും കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്രോമസോംസിനെ പറ്റി പഠിക്കുമ്പോൾ ക്രോമസോംസിന്റെ ഷേപ്പ്, ഇപ്പൊ നമ്മൾ ക്രോമസോമിന്റെ സ്പെസിഫിസിറ്റിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. മനുഷ്യനായി കഴിഞ്ഞാൽ മനുഷ്യനിൽ പൊതുവെ 46 ആയിരിക്കും. മനുഷ്യനെടുത്തു കഴിഞ്ഞാൽ മനുഷ്യനിൽ 46 ക്രോമസോമുകളെ കാണപ്പെടുത്തുള്ളൂ അല്ലേ. കാരണം നമുക്കറിയാം ജീവികളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യ കണ്ടെത്തിയിട്ടുള്ളത് ഏതിലാണ്? അതൊരു ടെറഡോഫൈറ്റ്സിലാണ് അല്ലെ. ഫേണിൽ ഫേൺ വർഗത്തിലാണ്. പന്നൽ ചെടികൾ എന്ന് പറയും, പന്നൽ ചെടികൾ അല്ലെ. പന്നൽ വിഭാഗത്തിൽപ്പെട്ട പന്നൽ ചെടിയിലാണ് ഏറ്റവും കൂടുതൽ ക്രോമസോമുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒഫിയോഗ്ലോസം റെട്ടിക്കുലേറ്റം. ഇതാണ് പന്നൽ ചെടി ഫാം എന്ന് പറയുന്നത്. അപ്പം ഒഫിയോഗ്ലോസം റെട്ടിക്കുലേറ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രോമസോം. 1262 തോന്നുന്നു. അതൊരു ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾ നോക്കണേ കേട്ടോ, മറന്നുപോയി ഞാൻ. നോക്കുക. ഇനി ഏറ്റവും കുറവാണെങ്കിലോ ഇത് ഏറ്റവും കൂടുതൽ ക്രോമസോംസ് ഒഫിയോഗ്ലോസം റെട്ടിക്കുലത്തിലേക്ക്. ഏറ്റവും കുറവാണെങ്കിലോ, ഏറ്റവും കുറവ് ക്രോമസോമുള്ള ആരിലാണ്? ഒരു പാരസൈറ്റിക് വേംസ് ആണ്, ഒരു പരാത വിരയാണ് കേട്ടോ. ഒരു പരാത വിരയിലാണ് ഏറ്റവും കൂടുതൽ ക്രോമസോംസുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെയാണ്. എന്താണ്? അസ്കാരിസ് മെഗലോസിഫല യൂണിവാലൻസ് കേട്ടോ. അസ്കാരിസ് ഞാൻ മലയാളത്തിൽ എഴുതാം. അസ്കാരിസ് മെഗലോസെഫല അസ്കാരിസ് മെഗലോസെഫല യൂണിവാലൻസ് മെഗലോസെഫല യൂണിവാലൻസ്. അസ്കാരിസ് മെഗലോസെഫല യൂണിവാലൻസ് ആണ് ഏറ്റവും കുറഞ്ഞ ക്രോമസോം നമ്പർ ഉള്ളത്. എത്രയാണ്? അതിൽ 2 എണ്ണമാണ് ഉള്ളത്. 2 ക്രോമസോംസേ ഉള്ളൂ. 2 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, ഈ നമ്മൾ ഈ ബോട്ടണിക്കാർക്കറിയാം സസ്യങ്ങളിൽ ഏറ്റവും കുറവ് ക്രോമസോം ഉള്ളത് ഏതാ? സസ്യങ്ങളിൽ ഏറ്റവും കുറവ് ക്രോമസോംസ് ആരുടെ? ഏറ്റവും കുറവ് ക്രോമസോം ഉള്ളത് സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞല്ലോ. സസ്യങ്ങളല്ലാതെ ഫേൺസ് ആണ്. ഫേൺസിൽ നമ്മൾ പറഞ്ഞു. സസ്യങ്ങളിൽ ഏറ്റവും കുറവുള്ളത് ആരാ? ഈ ഹാപ്ലോപാപ്പസ് ഫാമിലിയാണ്. നമ്മുടെ മറ്റേ സൺഫ്ലവറിന്റെ ഒക്കെ ഫാമിലി അല്ലേ. ഹാപ്ലോപാപ്പസ് ഗ്രാസിലസ് അല്ലേ. മലയാളി ഇരിക്കുമ്പോഴാണ് പ്രശ്നം. ഹാപ്ലോപാപ്പസ് എന്താണ്? ഗ്രാസിലസ്. ഇതാണ് സസ്യങ്ങളിൽ സൺഫ്ലവർ ഫാമിലിയാണ്. ഓക്കെ, ആ ചോദ്യം 3 ഒന്ന് പഠിച്ചു വെച്ചോ. അതൊരു ജനറൽ ഫാക്ട്സ് ആണ്, ചോദിച്ചുകൂടായികയൊന്നുമില്ല. ക്രോമസോം എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിച്ചുകൂടായികയൊന്നുമില്ല, ചോദിക്കാം കേട്ടോ. അപ്പൊ ആ 3 കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? സൺഫ്ലവറിന്റെ ഫാമിലി ഏതാണ്?
മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വേറൊരു ബോട്ടണിൽ പഠിച്ചപ്പോഴത്തേക്ക്. ഏതാ സൺഫ്ലവറിന്റെ ഫാമിലി ഏതാണ്? ആൻജിയോസ് വെരി ഗുഡ്. ആൻജിയോസ്പേംസിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ വെരി ഗുഡ്, ഏറ്റവും വലിയ ഫാമിലിയാണ് അസ്ട്രേസിയ എന്ന് പറയുന്നത്. അസ്ട്രേസിയ ആൻജിയോ ഫാമിലി തന്നെ ഒരു വലിയ ഫാമിലിയാണ് അസ്ട്രേസിയ എന്ന് പറയുന്നത്. അസ്ട്രേസിയെ അസ്ട്രേസിയ ഇതൊക്കെ പഠിച്ചു വെക്കണം. നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ്, ഫാമിലിയൊക്കെ പഠിക്കാനുണ്ട്. അസ്ട്രേസിയ ഫാമിലി. ഓക്കെ, അസ്ട്രേസിയ ഫാമിലിയിൽ വരുന്ന ഒരു ചെടിയാണ് ഹാപ്ലോപാപ്പസ് ഗ്രാസിലസ് എന്ന് പറയുന്നത്. അപ്പൊ ഹാപ്ലോപാപ്പസ് ഗ്രാസിലസിലാണ് സസ്യങ്ങളിൽ ഏറ്റവും കുറവ് ക്രോമസോം ഉള്ളത്. അസ്കാരിസ് മെഗലോസെഫല യൂണിവാലൻസില് യൂണിവാലൻസ് എന്ന് പറയാം. അസ്കാരിസ് ലുബ്രിക്കോയിഡ് എന്ന് പറയുന്ന പോലെ അസ്കാരിസ് മെഗലോസെഫലോ പരാതവിര ആണ്. 2 ക്രോമസോംസുകളാണ്, അതാണ് ഏറ്റവും കുറവുള്ളത്. പിന്നെ ഓഫിയോഗ്ലോസം റെട്ടിക്കുലേറ്റം ഒന്ന് ഓർത്തിരിക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ നോക്കിക്കോ, അപ്പം ഈ 2 ക്രോമസോം, ഈ അസ്കാരിസ് മെഗലോസെഫലയ്ക്ക് 2 ക്രോമസോം ആണ്. എവിടെയുള്ള അസ്കാരിസ് മെഗലോസെഫല എടുത്തു കഴിഞ്ഞാൽ 2 ക്രോമസോമേ കാണത്തുള്ളൂ. ഇനി ഹാപ്ലോപാപ്പസ് ഗ്രാസിലസ് എന്ന് പറയുന്നത് അതിന് 4 എണ്ണം ഉണ്ട്. ഈ ഗ്രാസിലസിന് 4 ക്രോമസോംസ് ആണുള്ളത്. ഹാപ്ലോപാപ്പസ് ഗ്രാസിലസിന് 4 ക്രോമസോംസ് ആണ്. അത് എവിടെ ചെന്ന് ഈ ഹാപ്ലോപാപ്പസിന് എടുത്തു കഴിഞ്ഞാലും 4 ക്രോമസോംസേ ഉള്ളൂ, 4 കാണപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ എണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ആ സ്പീഷ്യസിന് എവിടെ ചെന്ന് കഴിഞ്ഞാലും അത്രയാണ്. അല്ലാതെ കോക്കസോയിഡിന് 46, മംഗ്ലോയിഡിന് 35, നീഗ്രോയിഡിന് 28 ഇങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഏത് വർഗമായിരുന്നാലും, കോക്കസോയിഡ് ആയിരുന്നാലും മംഗ്ലോയിഡ് ആയിരുന്നാലും നീഗ്രോയിഡ് ആയിരുന്നാലും എല്ലാവരും ആര് തന്നെയാണ്? ഹോമോ സാപ്പിയൻസ് തന്നെയാണ്. അപ്പൊ ഹോമോ സാപ്പിയൻസിന്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാലും, ലോകത്തിന്റെ എവിടെ ചെന്ന് കഴിഞ്ഞാലും 46 തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഇവിടെ ക്രോമസോമിനെ പറ്റി പഠിക്കുമ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ക്രോമസോംസിന്റെ ആകൃതിയെ കുറിച്ച് പറയുമ്പോൾ ഷേപ്പ്, അതും വളരെ പ്രധാനപ്പെട്ട, ക്രോമസോമിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷേപ്പ് ഓഫ് ദ ക്രോമസോംസ്, ക്രോമസോംസിന്റെ ആകൃതിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആകൃതിയും ഇതാണ് ഡിഫർ ഫ്രം സ്പീഷ്യസ് ടു സ്പീഷ്യസ്. ഷേപ്പ് ഓഫ് ദ ക്രോമസോംസ് ഡിഫേഴ്സ് ഫ്രം സ്പീഷ്യസ് ടു സ്പീഷ്യസ് അല്ലേ? കാരണം അത് ഒരു യൂണീക്ക് ഫീച്ചർ തന്നെയാണ്, ഒരു യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണ്. സ്പീഷ്യസിനെ കുറിച്ച് പറഞ്ഞാൽ യൂണീക്ക് ആണ്. കാരണം ഒരു സ്പീഷ്യസിൽ നിന്നും, ഒരു വർഗത്തിൽ നിന്നും മറ്റൊരു വർഗത്തിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും? ക്രോമസോമിന്റെ ഷേപ്പ് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മനുഷ്യന് 46 ക്രോമസോംസ് ആണ്. ആ 46 ക്രോമസോംസ് നമുക്കറിയാം 22 എണ്ണം സ്വരൂപ ക്രോമസോമുകളും ആട്ടോസോംസുകളും, ഒരു ജോഡി അല്ലെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒരു ജോഡി എന്താണ്ടേ സെക്സ് ക്രോമസോംസുകൾ, ലിംഗ ക്രോമസോമുകൾ നമ്മൾ പഠിക്കും. അപ്പൊ ഈ ഓരോ ക്രോമസോമുകളിലും ഓരോ ഷേപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നതാണ്. ഓരോ ഷേപ്പിലാണ് ഓരോ ക്രോമസോംസും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാണ് മനുഷ്യന്റെ ക്രോമസോം നമ്പർ 1, മനുഷ്യന്റെ ക്രോമസോം നമ്പർ 2, ഇത് രണ്ടും ഒരേപോലെ ഇരിക്കും, വ്യത്യസ്തമായിരിക്കൂടെ? മനുഷ്യന്റെ 1ാമത്തെ ക്രോമസോമും 2ാമത്തെ ക്രോമസോമും ഒരേ ഷേപ്പിലായിരിക്കുമോ? ഇല്ലല്ലോ. ആണോടെ? അല്ല, വ്യത്യസ്തമായിട്ട് തന്നെ ഇരിക്കും, വ്യത്യസ്തമായി തന്നെ രീതിയിലിരിക്കും. അതായത് ഇപ്പം ക്രോമസോം നമ്പർ 1 ഇന്ത്യയിലെ ഒരാൾക്ക്, ഞാൻ വെറുതെ വരയ്ക്കുകയാണ്, ഈ സ്റ്റാർ ഷേപ്പ് അമേരിക്കയിലെ ഒരാൾക്ക് റൗണ്ട് ഷേപ്പ് ആയിരിക്കൂ? ആണോ? അതാണ് ഉദ്ദേശിച്ചത്. ആണോടെ? ആയിരിക്കൂ? അല്ല, രണ്ടും ഈക്വൽ ആയിരിക്കും. ഇന്ത്യയിലെ ഒരു മനുഷ്യന്, ഹോമോസാപ്പിയൻസിന് ആ 1ാമത്തെ ക്രോമസോം സ്റ്റാർ ഷേപ്പിൽ ഇരിക്കണമെങ്കിൽ അമേരിക്കക്കാരന്റെയും ആ 1ാമത്തെ ക്രോമസോമിന്റെ ഷേപ്പ് സ്റ്റാർ ഷേപ്പ് തന്നെ ആയിരിക്കും. സ്റ്റാർ ഷേപ്പിലൊന്നും ക്രോമസോം ഇല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ അല്ലേ? അതായത് ക്രോമസോം നമ്പർ 1 എന്ന് പറയുന്നത് മനുഷ്യനിൽ ഏത് ആകൃതിയാണോ അതേ ആകൃതി തന്നെയായിരിക്കും
ലോകത്തിലെ എല്ലാവർക്കും ഹാപ്ലോപാപ്പസിൽ ഒന്നാമത്തെ ക്രോമസോം ഏത് ആകൃതിയാണോ അത് ലോകത്തുള്ള എല്ലാ ഹാപ്ലോപാപ്പസിലും അതേ ആകൃതി തന്നെയായിരിക്കും. അതായത് ആകൃതിയുടെ കാര്യത്തിലും ക്രോമസോമില് അല്ലെങ്കിൽ ക്രോമസോം ഒരു യൂണീക്നെസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഈ ആകൃതികൾ അല്ലെ, ഈ ആകൃതി ക്രോമസോമിന്റെ ആകൃതി എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എപ്പോഴാണ് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആകൃതി നമുക്ക് വ്യക്തമാകുന്നത്? ക്രോമസോമിന്റെ ആകൃതി എപ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ക്രോമസോമിന്റെ ആകൃതി നമുക്ക് വ്യക്തമാകുന്നത് പ്രധാനമായിട്ടും ഒന്നാമത്തത് ലേറ്റ് ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. ലേറ്റ് ഫേസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മെറ്റാഫേസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആനാഫേസിലും നമുക്ക് കാണാൻ പറ്റും. ക്രോമസോമിന്റെ ആകൃതി വ്യക്തമാകുന്നത് ലേറ്റ് ഫേസിൽ കാണാൻ പറ്റും, മെറ്റാഫേസിൽ കാണാൻ പറ്റും, ആനാഫേസിലും കാണാൻ പറ്റും. അതിന് ഓരോന്നിനും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിലുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ക്രോമസോമിനെ പറ്റി ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് ക്രോമസോം ഇരിക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ട് നടുഭാഗത്തായിട്ട് സെൻട്രോമിയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. നടുഭാഗത്തായിട്ടുള്ള സെൻട്രോമിയർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും. സെൻട്രോമിയർ എവിടെ വേണോ ആകാം, നടുക്കുള്ളതുകൊണ്ടല്ലോ സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പഠിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്രോമസോമിനെ സ്റ്റഡി ചെയ്യുന്ന ഫേസ്, ക്രോമസോമിനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന, സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഫേസ് ഒരേ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. ഏത് ഫേസ് ആണ്? അതേതാണ്ട് അത് മെറ്റാഫേസ് ആണ്. മെറ്റാഫേസ് ആണ്. മെറ്റാഫേസിൽ മാത്രമാണ് നമുക്ക് ക്രോമസോമിനെ എപ്പോഴും പഠന വിധേയമാക്കാൻ പറ്റുന്നത്. ക്രോമസോമിനെ പഠന വിധേയമാക്കാൻ പറ്റുന്നത്. ക്രോമസോമിനെ പഠന വിധേയമാക്കാൻ പറ്റുന്നത് എപ്പോഴും മെറ്റാഫേസ് സ്റ്റൈലായി. ഇനി അടുത്തത്, ഈ ക്രോമസോമിന് എപ്പോഴാണ് അനുലേഖനം സംഭവിക്കുന്നത്? ക്രോമസോമിന് അനുലേഖനം എന്താണ്? അനുലേഖനം എന്ന് വെച്ചാൽ എന്താണ്? അനുലേഖനം അല്ലല്ലോ. അനുലേഖനം എന്ന് വെച്ചാൽ എന്താണ്? അനുലേഖനം എന്ന് പറഞ്ഞ എന്താണ്? അല്ലല്ല, അനുലേഖനത്തിന്റെ മലയാളം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നല്ലേ. എന്താണ്? സോറി, അനുലേഖനത്തിന്റെ മലയാളം ഒന്ന്, അനുലേഖനത്തിന്റെ ഇംഗ്ലീഷ്. അനുലേഖനം എന്ന് പറഞ്ഞ് നമ്മൾ ഏതിനാണ് അനുലേഖനം എന്ന് പറയുന്നത്? ട്രാൻസ്ലേഷനാ? ട്രാൻസ്ക്രിപ്ഷൻ. അനുലേഖനം എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ അതല്ല ഇവിടെ നമ്മൾ നോക്കുന്നത്. അതായത് ക്രോമസോമിന് എപ്പോഴാണ് റെപ്ലിക്കേഷൻ സംഭവിക്കുന്നത്? എപ്പോഴാണ് ക്രോമസോം റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റെപ്ലിക്കേഷൻ മീൻസ് ആവർത്തനം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും തനിപ്പകർപ്പുണ്ടാക്കൽ, കോപ്പി ഉണ്ടാക്കൽ, ഫോട്ടോസ്റ്റാറ്റ്. തനിപ്പകർപ്പുണ്ടാക്കൽ, കോപ്പി ഉണ്ടാക്കൽ. എപ്പോഴാണ് ഈ റെപ്ലിക്കേഷൻ? ക്രോമസോമിന് എപ്പോഴാണ് റെപ്ലിക്കേഷൻ സാധ്യമാകുന്നത്? റെപ്ലിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? അല്ലേ? അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും അല്ലേ? കോശ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, കോശ ചക്രത്തില് അല്ലേ പറഞ്ഞപ്പോഴത്തെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കണം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ഇതാണ്ട് DNA റെപ്ലിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? DNA ആവർത്തനം, DNA റെപ്ലിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? തിരിഞ്ഞു പോലെ നമ്മൾ DNA പറ്റിയല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ക്രോമസോമിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം, ക്രോമസോമിന് എപ്പോഴാണ് റെപ്ലിക്കേഷൻ, ആവർത്തനം, അതിന്റെ തനി പകർപ്പുണ്ടാക്കൽ സാധ്യമാകുന്നത്? അപ്പം ഞാൻ ചോദിക്കുകയാണ്,
DNA റെപ്ലിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഏത് ഫേസിലാ? ഞാൻ പഠിപ്പിച്ചതാണ്. ഞാൻ നമ്മുടെ ചാനലിൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമായിട്ട് ഇട്ടായിരുന്നു നിങ്ങൾക്ക് പോളിന് വേണ്ടിയിട്ട്. വെരി ഗുഡ്. എസ് ഫേസില് അല്ലേ? എസ് ഫേസിന് നമ്മൾ ഇംഗ്ലീഷിൽ സിന്തറ്റിക് ഫേസ് എന്ന് പഠിച്ചു. അതുപോലെ മലയാളത്തിലാണെങ്കിൽ ഇതെന്ന് പഠിച്ചേ. മലയാളത്തിലാണെങ്കിൽ സിന്തറ്റിക് ഫേസ് എന്ന് പഠിച്ചു. മലയാളത്തിലാണെങ്കിൽ സംശ്ലേഷണ ഘട്ടം അല്ലേ? സംശ്ലേഷണ ഘട്ടം. അപ്പൊ ഈ DNA റെപ്ലിക്കേഷൻ, DNA ആവർത്തനം, DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്, സിന്തറ്റിക് ഫേസിലാണ്. എന്നാൽ ക്രോമസോം, നമ്മൾ ആദ്യം എഴുതിയ ചോദ്യം, ക്രോമസോമിന് എപ്പോഴാണ് റെപ്ലിക്കേഷൻ സംഭവിക്കുന്നത്? ക്രോമസോം എപ്പോഴാണ് റെപ്ലിക്കേറ്റ് ആവുന്നത്? അല്ലെങ്കിൽ ക്രോമസോമിന്റെ തനി പകർപ്പ് ഉണ്ടാക്കപ്പെടുന്നത് എപ്പോഴാണ്? ഏത് സമയത്താണ് എന്നാണ് എന്റെ ചോദ്യം. ഏത് സമയത്താണ്? ആരെങ്കിലും പറയാമോ? ഏത് സമയത്താണ്? ഇവിടെ അത് ഏത് സമയത്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ ആൻസർ പലതരത്തിൽ തന്നിരിക്കും ചോദിക്കുമ്പോഴത്തേക്ക്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിന്റെ ആൻസർ കണ്ടിട്ട്, ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് അതനുസരിച്ച് ആൻസർ ചെയ്യണം. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ക്രോമസോമിന്റെ തനിപ്പകർപ്പുണ്ടാക്കൽ, ക്രോമസോമിന്റെ ആവർത്തനം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫേസിൽ നമുക്കറിയാം, പ്രോഫേസിൽ എന്ത് ചെയ്യും? പ്രോഫേസിൽ ആരംഭിക്കും. ക്രോമസോമിന്റെ ആവർത്തനം എന്ന് പറയുന്നത് പ്രോഫേസിൽ ആരംഭിച്ചിട്ട് എപ്പോഴാ പൂർത്തിയാവുന്നത്? ഏത് ഫേസിലാ പൂർത്തിയാവുന്നത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പൊ കണ്ടേലേ ഉള്ളൂ. ഏത് ഫേസിലടെ? മെറ്റാഫേസിലാണ് പൂർത്തിയാവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇതാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. അതായത് പ്രോഫേസിൽ ആരംഭിക്കുകയും മെറ്റാഫേസിൽ പൂർത്തിയാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ആരുടെ ആവർത്തനം സംഭവിക്കുന്നത്? ക്രോമസോമിന്റെ ആവർത്തനം സംഭവിക്കുന്നത്, ക്രോമസോമിന്റെ പകർപ്പുണ്ടാക്കൽ സംഭവിക്കുന്നത്. ഇനി എന്താണ് ഈ ക്രോമസോം റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ആ ക്രോമസോം റെപ്ലിക്കേഷൻ നമ്മുടെ മൂന്നാമത്തെ ടേമായ ഇതിൽ, നമ്മളിപ്പോ ക്രോമസോം പഠിച്ചു, ക്രൊമാറ്റിൻ പഠിച്ചു, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ക്രൊമാറ്റിഡ് ആണ്. അപ്പൊ ഈ ക്രോമസോമിന്റെ ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഈ റെപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് ക്രൊമാറ്റിഡ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തേണ്ടത്. അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്, സിന്തറ്റിക് ഫേസിലാണ്, സംശ്ലേഷണ ഘട്ടത്തിലാണ്. എന്നാൽ ക്രോമസോമിന്റെ തനിപ്പകർപ്പുണ്ടാക്കൽ, ക്രോമസോമിന്റെ ആവർത്തനം നടക്കുന്നത് ഏത് ഫേസിലാണ്? പ്രോഫേസിൽ ആരംഭിക്കുകയും മെറ്റാഫേസിൽ കംപ്ലീറ്റ് ആകുകയും ചെയ്യും.